പഹൽഗാമിന് മറുപടിയുമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു വമ്പൻ തിരിച്ചടി. ആ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ വിമാനത്താവളങ്ങൾ അടക്കം തകർന്ന് തരിപ്പണമായി. പക്ഷെ അന്നൊക്കെ ഉയർന്നു കേട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ പാകിസ്ഥാനിലെ നേതാക്കന്മാർ എവിടെയെന്ന്. പക്ഷെ ആ ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കം നടന്ന ആ രാത്രിയിൽ നമ്മൾ കേട്ട ഒരു വാർത്ത, അതായത് ഇന്റർനാഷണൽ മീഡിയാസ് എല്ലാം ബ്രേക്ക് ചെയ്തൊരു വാർത്ത ഉണ്ടായിരുന്നു. ഇസ്ലാമാബാദിനടുത്ത് നമ്മുടെ ഒരു മിസൈൽ വീണു. അതായത് നമ്മുടെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വീടിന് കുറച്ച് ദൂരം മാറിയായിരുന്നു അത് വീണത്. ഏതായാലും ഷഹബാസ് ഷെരീഫിനെ കൊല്ലുവാൻ വേണ്ടിയിട്ടല്ല മിസൈൽ അയച്ചത്, അതിൽ നിന്ന് വ്യക്തം ഭയപ്പെടുത്താനായിരിക്കാം. ഏതായാലും അന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഷഹബാസ് ഷെരീഫ് ഓടി ബംഗറിൽ പോയ വാർത്തകൾ അന്ന് തന്നെ ഞങ്ങളടക്കമുള്ളവർ ലൈവായി തന്നെ അന്ന് രാത്രി നൽകുകയുണ്ടായി. പക്ഷെ ബാക്കിയുള്ള അവരുടെ സൈനിക മേധാവി മുനീർ അവിടെ പോയി എന്നൊരു ചോദ്യം അന്ന് തന്നെ ഉയരുന്നുണ്ടായിരുന്നു. സൈനിക മേധാവികൾ അവിടെ പോയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതാ അതിന് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അതിന് സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് സർദാരി അദ്ദേഹം പറയുന്നത്, ആ രാത്രിയിൽ തന്നെ ഒരു സൈനിക സെക്രട്ടറി വന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് ബംഗറിൽ മാറിക്കോളൂ എന്ന് പറഞ്ഞു. സൈനിക മേധാവികളടക്കം ബംഗറിലായിരുന്നു. ഇപ്പോഴാണ് വ്യക്തമാകുന്നത് അന്ന് ഈ വീരശൂര പരാക്രമം കാണിക്കുന്ന അല്ലെങ്കിൽ വീരവാദം മുഴക്കുന്ന ശ്രീ മുനീർ, അതായത് പാക് സൈനിക മേധാവി ഇപ്പോഴത്തെ ഭരണാധികാരിയുമായ മുനീർ അടക്കം ബംഗറിലായിരുന്നു എന്നുള്ള ഒരു വലിയ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഏതായാലും വലിയ ഒരു നാണക്കേട്. ഒരു പക്ഷേ അവരുടെ ഈ വ്യോമത്താവളങ്ങൾ മുഴുവൻ തകർന്നതിനേക്കാളും ഭീകരമായ ഒരു നാണക്കേടാണ് അവരുടെ നേതാക്കന്മാരും പ്രധാനമന്ത്രിയും പ്രസിഡന്റും സൈനിക മേധാവികളും ഒക്കെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഭയന്ന് ബംഗർ ഒളിച്ചത്. ഏതായാലും അടുത്ത തിരിച്ചടി വരുന്നതിന് മുമ്പ് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ സർദാരി പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത തിരിച്ചടിയിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാകാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.